ഹായ് ഹീറോസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ജസ്റ്റ് ഒന്ന് അൽക്കൂത് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ്. ഏകദേശം ഒരു 5:30 PM ആയിട്ടുണ്ടാവും ടൈം. പിന്നെ ടെമ്പറേച്ചർ എല്ലാവർക്കും അറിയാലോ, 42°C ഉണ്ട്. ഒട്ടും ക്രൗഡഡ് അല്ല ഇന്ന്, കാരണം നല്ല ഹോട്ടുണ്ട് പുറത്ത്. പിന്നെ ഇടയ്ക്ക് ഒരു കാറ്റൊക്കെ വീശുമ്പോൾ ഒരു സുഖമുണ്ട്. കഴിഞ്ഞ മന്ത് ഈ ടൈമിൽ ഞാൻ വന്ന സമയത്ത് നല്ല ക്രൗഡഡ് ആയിരുന്നു ഈ സെയിം പാർക്ക്. എത്ര പെട്ടെന്നാണ് നോക്കി അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയത്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 7 മണിയൊക്കെ കഴിയും ക്രൗഡഡ് ആവാനായിട്ട്. ആ ടൈമിൽ ഒമാനികളുടെ ഒരു വരവുണ്ട്, ഫുഡും സാമഗ്രികളും ഒക്കെ ആയിട്ട്. പിന്നെ അവർ കൊണ്ടുവന്ന് വെച്ച് സെറ്റ് ചെയ്യുന്നത് കാണാനും ഒരു രസമാണ്. അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു അറേഞ്ച്മെൻറ്റ്സും ആ ഒരു മെത്തേഡ് ഓഫ് ഫുഡ് സപ്ലിമെൻറ്റും എല്ലാം നല്ലൊരു രസമാണ് കണ്ടു നിൽക്കാൻ തന്നെ. പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വൈഡഡ് ആയിട്ടുള്ള പാർക്കാണ്. നല്ല ഗ്രീനിഷ് ഫിനിഷിംഗ് ഉണ്ട്. 2 ടൈപ്പിലാണ് ഇവർ റൈഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് തീരെ ചെറിയ പിള്ളേർക്കും, സെക്കൻഡ് വൺ കുറച്ചും കൂടെ മുതിർന്ന പിള്ളേർക്കും ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് പാർക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരെണ്ണവും ലാസ്റ്റ് എൻഡിലായിട്ട് ഒരെണ്ണമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ പുല്ലിൽ വഴി നമുക്ക് പോവാം. നല്ല ഗ്രീനിഷ് ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ ഗാർഡൻസ് ആണെങ്കിലും നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ആക്ച്വലി ഇത് അഡൽറ്റിന് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ജസ്റ്റ് കുക്കുവിന് ആ സമയത്ത് ആരും കമ്പനി ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കമ്പനി കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഈ പാർക്കിൻ്റെ അകത്ത് തന്നെ 4-5 ഷോപ്സ് ഉണ്ട് നിരനിരയായിട്ട്. അവിടെ നിന്ന് നമുക്ക് പിള്ളേർക്ക് വേണ്ട ചിപ്സ്, ടോയ്സ്, കൂൾ ഡ്രിങ്ക്സ് എല്ലാം നമുക്ക് വാങ്ങാം. ഐസ്ക്രീം അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അകത്തുനിന്ന് തന്നെ വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. പിന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ നല്ല ഹൈജീനിക്കാണ്. ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റ് വാഷ്റൂംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നോട്ടീസ് ചെയ്ത വൺ ഓഫ് ദ തിങ് എന്ന് പറയുന്നത്, ഇവർക്ക് സ്പെഷ്യലായിട്ട് പ്രെയർ ഗ്രൗണ്ട് ഉണ്ട്. മീൻസ് ഇവർ പ്രെയർ മാറ്റ് ഒരു മെഷീനിൽ റോൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വൺസ് ദേ വാണ്ട് അവരത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യും. പിന്നെ അത് യൂസ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ആ മെഷീൻ വഴി റോൾ ചെയ്ത് വെക്കും. അതെനിക്ക് വളരെയധികം ഒരു കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. മാത്രമല്ല ഒമാനിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഗോഡ്, പ്രെയർ അതിനൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി നൽകും. കാരണം ഏതൊരു സെക്ടർ എടുത്താലും, ഹോസ്പിറ്റലിലെ സെക്ടറായാലും ഗവൺമെൻറ് സെക്ടറായാലും മാളുകളിലായാലും ഈവൻ പാർക്ക് പ്ലേ ഗ്രൗണ്ട് സെൻറ്ററിലാണെങ്കിൽ പോലും അവരതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് മാറ്റി വയ്ക്കാനായിട്ട് ഉള്ള അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ എന്തായാലും അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിലും ഫീമെയിൽസിനും മെയിൽസിനും പ്രത്യേകം പ്രെയർ റൂമുണ്ട്. മാത്രമല്ല അഡ്മിഷനായ പേഷ്യൻസിന് നമ്മൾ സാധാ അവരുടെ പേഷ്യൻ്റ് കിറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഈ പ്രെയർ മാറ്റും ഈച്ച് റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അവർക്ക് അതിന് വേണ്ട ഗൈഡൻസൊക്കെ നമ്മൾ ആരാണ് അതിന് വേണ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവരെ വിളിച്ച് സംസാരിപ്പിച്ച് ഗൈഡൻസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആക്ടിവിറ്റീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അൽക്കൂത് മെയിൻ റോഡ്. ഒത്തിരി വലിയ റൈഡുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നമ്മളെപ്പോലുള്ള ഫാമിലിക്ക് വന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരിടമാണ്. നല്ല ഗ്രീനിഷ് നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലൈമറ്റ് കുറച്ചും കൂടെ സ്യൂട്ടാണെങ്കിൽ കൂടുതൽ ടൈം വാക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ നമുക്ക് നല്ല ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി പേര് വാക്കിങ്ങിനും കാര്യങ്ങൾക്കായിട്ട് ഈ പാർക്കിൽ വന്ന് യൂസ് ചെയ്യുന്നുണ്ട്.
ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. വീണ്ടും വീഡിയോസായിട്ട് വരാം. എല്ലാവരുടെ ഹെൽപ്പിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ടേക്ക് കെയർ.